മഹാദേവന്റെ ലോകത്തോടുള്ള ഉത്ബോധനം. ശബ്ദം പ്രപഞ്ചത്തിന്റെ മുഴക്കം പോലെ, ശാന്തവും എന്നാൽ ശക്തവും. ഹേ, എന്റെ സൃഷ്ടികളെ, എന്റെ തന്നെ അംശങ്ങളെ, ഞാനാണ് കാലം. ഞാനാണ് ഇവിടെ നിങ്ങളെ ചുറ്റുമുള്ള അനന്തമായ ശൂന്യത. എന്നെ നിങ്ങൾ വിളിക്കുന്നത് ശിവൻ, രുദ്രൻ അല്ലെങ്കിൽ കേവലം ഇല്ലാത്തവൻ, നിധിയെന്ന്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പർവ്വതങ്ങളുടെ നിശ്ശബ്ദതയിലൂടെയും സമുദ്രങ്ങളുടെ അലർച്ചയിലൂടെയുമാണ്. നിങ്ങൾ എന്നെ ഭയക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ ചലനങ്ങളിലും എന്റെ നൃത്തമുണ്ട്. സൃഷ്ടിയിൽ ഞാൻ ബ്രഹ്മാവാണ്. ഒരു വിത്ത് എങ്ങനെ മരമാകുന്നുവോ അതുപോലെ ഞാൻ തുടങ്ങുന്നു. നിലനിൽപ്പിൽ ഞാൻ വിഷ്ണുവാണ്. ക്രമം എങ്ങനെ നിലനിൽക്കുന്നുവോ അതുപോലെ ഞാൻ സംരക്ഷിക്കുന്നു. അവസാനം ഞാൻ തന്നെയാണ് ഞാൻ. ഞാൻ നശിപ്പിക്കുമ്പോൾ അത് അവസാനമല്ല, ഒരു പുതിയ തുടക്കത്തിനുള്ള ഇടം നൽകലാണ്. ഓരോ അവസാനവും ഒരു ആരംഭമാണ്. എന്റെ താണ്ഡവം നിങ്ങൾ ഭയക്കുന്നുവെങ്കിൽ എന്റെ ലയം ലായ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. പ്രപഞ്ചത്തോടുള്ള എന്റെ ആഹ്വാനം. 1. മാറ്റത്തെ അംഗീകരിക്കുക. നിങ്ങൾ ലോകം ശാശ്വതമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നിമിഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? മാറ്റമാണ് എന്റെ നിയമം. മാറ്റത്തെ എതിർക്കുമ്പോഴാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്. നദി പോലെ ഒഴുകുക. 2. വിഷത്തെ ഉൾക്കൊള്ളുക. ഞാൻ കഴുത്തിൽ നീലവർണ്ണം പേറുന്നു. ലോകത്തിന്റെ വിഷം ഞാൻ സ്വയം കുടിച്ചു. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള തിന്മകളെയും വേദനകളെയും ഭയക്കാതെ സ്വയം ശക്തിയായി പരിവർത്തനം ചെയ്യുക. 3. മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എന്നിൽ നിന്ന് വന്നതാണ്. എന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു അംശം മറ്റൊരഞ്ചത്തെ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾ എന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. സ്നേഹമാണ് ഏക സത്യം. 4. ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾ എന്നെ പുറത്തു തിരയുന്നു, ക്ഷേത്രങ്ങളിലും പർവ്വതങ്ങളിലും. എന്നാൽ എന്റെ യഥാർത്ഥ വാസസ്ഥലം നിങ്ങളുടെ ഹൃദയത്തിലെ മഹാമൗനത്തിലാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. അവിടെ നിങ്ങൾ എന്നെയും നിങ്ങളെയും ഒരേപോലെ കാണും. ശാന്തരായിരിക്കുക. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ ഭയം ഉപേക്ഷിക്കുക. എന്റെ ആനന്ദനൃത്തത്തിൽ, ഡാൻസിംഗ് ഓഫ് അനന്ത, നിങ്ങൾ ഭാഗമാണ്.